പാതഞ്ജല യോഗ സൂത്രത്തിലെ 5-ാമത്തേതും 6-ാമത്തേതുമായ സൂത്രങ്ങൾ, അതായത് വൃത്തികൾ, ചിത്തവൃത്തികൾ 5 ഉണ്ടെന്നും അവ ഏതൊക്കെയാണ് എന്നും പറഞ്ഞിട്ടുള്ള സൂത്രങ്ങളാണ് 5-ാമത്തെയും 6-ാമത്തെയും. 5 വിധത്തിലുള്ള ചിത്തവൃത്തികളുണ്ടെന്നും അതിൽ പ്രമാണം, വിപര്യം, വികൽപ്പം, നിദ്ര, സ്മൃതി എന്നിവയാണ് ആ 5 ചിത്തവൃത്തികൾ എന്നും പറയുകയുണ്ടായി. അതിലെ പ്രമാണം എന്താണ് എന്നാണ് 7-ാമത്തെ സൂത്രത്തിൽ അദ്ദേഹം പറയുന്നത്. അനുമാന ആഗമാഹ പ്രമാണാനി. പ്രത്യക്ഷ അനുമാന ആഗമാഹ പ്രമാണാനി എന്നാണ് 7-ാമത്തെ സൂത്രം. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമയ്ക്ക് കാരണമായിട്ടുള്ളതാണ്, പ്രമയ്ക്ക് വിഷയമായിട്ടുള്ളതാണ്. നമുക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക ഉള്ള വാസ്തവിക ജ്ഞാനത്തെ നമുക്ക് തരുന്ന ഒരു ജ്ഞാനം എന്നു തന്നെ പ്രമാണത്തെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ യോഗശാസ്ത്രത്തിൽ 3 വിധത്തിലുള്ള പ്രമാണങ്ങളാണ് പറയുന്നത്. 3 വിധം എന്ന് പറഞ്ഞാൽ 1 പ്രത്യക്ഷം, 2 അനുമാനം, 3 ആഗമം. യോഗശാസ്ത്രത്തിൽ 3 പ്രമാണങ്ങളാണ് ഉള്ളതായിട്ട് പറയുന്നത്. 1 പ്രത്യക്ഷം, 2 അനുമാനം, 3 ആഗമം. എന്താണ് പ്രത്യക്ഷം? പ്രത്യക്ഷം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന, ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് പ്രത്യക്ഷം. നമുക്ക് കാണാൻ സാധിക്കണം, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കണം. കാണാൻ സാധിക്കുക, കേൾക്കാൻ സാധിക്കുക, സ്പർശിക്കാൻ സാധിക്കുക, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ ഒന്നിനെ നമ്മൾ പ്രത്യക്ഷം എന്ന രീതിയിൽ വ്യവഹരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് വാസ്തവിക ജ്ഞാനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന, നേരിട്ട് കാണുന്ന വസ്തുവാണ് പ്രത്യക്ഷം. അതായത് യഥാർത്ഥ ജ്ഞാനമായിട്ട് പ്രത്യക്ഷത്തെ നമ്മൾ കണക്കാക്കുന്നു. അതാണ് ആദ്യത്തെ ഒരു പ്രമാണം. 2-ാമത്തെ പ്രമാണമായിട്ട് പറയുന്നത് അനുമാനമാണ്. അനുമാനം എന്താണ്? കുറച്ചെല്ലാം ഊഹമാണ്. യഥാർത്ഥ ജ്ഞാനം ഉണ്ടായിരിക്കാം, എന്നാൽ ചെറിയ ഒരു ഊഹവും അവിടെ ഉണ്ട്. പക്ഷേ ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് അനുമാനം ഉണ്ടാകുന്നത്? ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ എവിടെയാണോ തീയുള്ളത് അവിടെ പുക, ആ പുക കാണുമ്പോൾ തീ അവിടെ ഉണ്ട് എന്ന് നമ്മൾ അനുമിക്കുന്നത് പോലെ, അതുപോലെ അങ്ങനെയെല്ലാം നമുക്ക് അനുമിക്കാൻ സാധിക്കുന്ന, അവിടെ ഒരു വസ്തു ഉണ്ട് എന്നുള്ളതിനെ അനുമിക്കാൻ 2 കാര്യങ്ങൾ, അവിടെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു കാര്യങ്ങൾ ആ വസ്തു അവിടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതിന് കാരണക്കാരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അനുമിക്കുകയാണ് ചെയ്യുക. അനുമാനം എന്ന പ്രമാണം, ആ ഒരു പ്രമാണമാണ് അവിടെ വരുന്നത്. 3-ാമത്തേതാണ് ആഗമം. ആഗമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യജ്ഞാനം, അതായത് സത്യവാദികൾ അഥവാ ഋഷികൾ, ഋഷിപ്രോക്തരായിട്ട് പറയുന്നവരുടെ വാക്കുകളെയാണ്, ആ ശബ്ദത്തെയാണ് നമ്മൾ ആഗമ പ്രമാണമായിട്ട് എടുക്കുന്നത്. അവിടെയും യഥാർത്ഥ ജ്ഞാനം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വിവക്ഷിക്കുന്നത്. അപ്പോൾ ആഗമം, ആപ്തവാക്യം എന്ന് നമ്മൾ പറയുന്ന, ഋഷികൾ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ അതിനൊരു തെറ്റ് വരില്ല എന്ന് ഉറപ്പുള്ള, തെറ്റായ സംസാരം അഥവാ തെറ്റായ ഒരു വാക്പ്രയോഗം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആഗമത്തിൻ്റെ ശക്തി. അതൊരു കൃത്യമായ, ക്ലിയർ ആയിട്ടുള്ള ഒരു എഴുത്താണ്. അതാണ് അവിടെ പറയുന്നത്. അവിടെ പ്രത്യക്ഷമായാലും അനുമാനമായാലും ആഗമമായാലും ഈ 3 പ്രമാണങ്ങളെയും സാധൂകരിച്ചുകൊണ്ടാണ് ഈ യോഗശാസ്ത്രം നിലനിൽക്കുന്നത് തന്നെ. ഈ യോഗശാസ്ത്രത്തിൽ പ്രമാണമായിട്ട് അംഗീകരിക്കുന്ന, അഥവാ അതിലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രമാണം എങ്ങനെയാണ് നമ്മളുടെ ചിത്തവൃത്തികളിൽ നമ്മൾ ഏറ്റവും സാധൂകരിച്ച് പറയുന്ന 3 കാര്യങ്ങളാണ്, ഈ പ്രമാണങ്ങളാണിത്. ഏതൊരു മനുഷ്യനും ഈ 3 പ്രമാണങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഇതൊക്കെയാണ് പ്രത്യക്ഷമാണ്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയം ഗോചരമായിട്ടുള്ളതാണ്, ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ ജ്ഞാനമാണ് പ്രത്യക്ഷം. എന്നാൽ അനുമാനം എന്നത്
എങ്ങനെയാണ്? നമ്മൾ രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ അതിന് ചേർന്ന് നിൽക്കുന്ന വസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രധാന വസ്തു അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണോ തീയുണ്ടെങ്കിൽ പുകയുണ്ട്, അപ്പോൾ പുക കാണുമ്പോൾ അവിടെ തീയുണ്ട് എന്ന് നമ്മൾ അനുമിക്കുന്നത് പോലെ ഇങ്ങനെ ഓരോ വസ്തുക്കൾക്കും നമുക്ക് അനുമാനമുണ്ട്. ആ അനുമാന പ്രമാണം ഇവിടെ പ്രധാനമായും എടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ആഗമ പ്രമാണവും. ആഗമം എങ്ങനെയാണ്? യഥാർത്ഥ ജ്ഞാനം എന്നുള്ളത് അവിടെ വരുന്നത് ആപ്തവാക്യമാണ്. ഋഷികൾ പറഞ്ഞിരിക്കുന്നതോ സത്യവാദികൾ, അതാണ് സത്യം. അതിന് വേറൊരു മാറ്റമില്ല, ഇത് വളരെ സത്യമാണ് അല്ലെങ്കിൽ ഇത് ക്ലിയർ ആണ് എന്ന് പറയുന്ന തരത്തിലുള്ള ആപ്തജ്ഞന്മാരുടെ ആപ്തന്മാരുടെ വാക്യത്തെയാണ് ആഗമ പ്രമാണമായിട്ട് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് പ്രത്യക്ഷ, അനുമാന, ആഗമാഹ പ്രമാണാനി എന്ന് യോഗശാസ്ത്രത്തിൽ പ്രമാണത്തെ നിർവചിച്ചിരിക്കുന്നു.